ഹായ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ആഗ്രഹിച്ചതെല്ലാം നേടി, പക്ഷേ എന്തോ ഒരു വിഷാദം, ഒരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പിറന്നു വീഴുന്നത്. അവിടെ നിന്ന് നമ്മൾ എല്ലാ സ്നേഹവും ലാളനകളും ഏറ്റുവാങ്ങി വളരുകയാണ്. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ആ അന്തരീക്ഷം മാറും. നമ്മളുടെ ജീവിതത്തിൽ സ്ട്രഗ്ലിങ്സ് വരും, ദുഃഖകരമായ പല സ്റ്റേജിലൂടെയും നമ്മൾ കടന്നു പോകും. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ തകിടം മറിക്കുമെന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഹാപ്പിനെസ്സും വരും. ഇതിനിടയ്ക്ക് നമ്മൾ പഠിക്കും, നല്ല ജോലി വാങ്ങിക്കും, പണം ഉണ്ടാക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് മറക്കാനാകാതെ ഒരു ട്രോമ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കും. അപ്പോൾ ആ സംഭവമാണ് നമ്മളെ കുത്തി നോവിക്കുന്നത്. എന്തെല്ലാം നേടിയിട്ടും ഒരു വിഷാദം നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകൾ കുറച്ചു നേരം തനിയെ ഇരുന്നിട്ട് എൻ്റെ മനസ്സിനെ നീറ്റുന്ന ആ സംഭവം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കണ്ടുപിടിച്ചിട്ട് അതിന് റെമഡി കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കൊരു കൗൺസിലറുടെ സഹായം തേടാം, അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് എടുക്കാം. എന്തൊക്കെയായാലും മനസ്സിൻ്റെ ദുഃഖം എന്താണ് എന്ന് ശരിക്കും ആലോചിക്കുക. ആലോചനയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലെ ദുഃഖം നമ്മൾക്ക് മനസ്സിലാകും. എന്നിട്ട് ആ ദുഃഖം നമ്മൾ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ ഈ സ്റ്റേജിലൂടെ തന്നെ കടന്നു പോകും, ഈ ട്രോമയിലൂടെ തന്നെ കടന്നു പോകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിനുള്ള ഉത്തരം കണ്ടെത്തുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ ട്രോമ ഉള്ളിൽ പേറിക്കൊണ്ട് ദീർഘകാലം നമ്മുടെ ജീവിതാവസാനം വരെ ജീവിക്കുകയാണോ വേണ്ടത് എന്ന് ചിന്തിക്കുക.